നമസ്കാരം. ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് പറയാം. വിചിത്രമായ അനുഭവങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിക്കുന്നു. ആളുകളുടെ പേരും വിവരങ്ങളൊന്നും പറയാതെ തന്നെ പറയാമല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം. അത്യാവശ്യം നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ അല്ല, പുറത്താണ്. അപ്പോൾ അവർ വീഡിയോ കോൾ വിളിച്ചിട്ട് ഹീലിംഗ് സെഷൻസ് ഇപ്പോൾ 2 പേരെ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ആളെ ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ ആ പുള്ളി ഹീലിംഗ് ബുക്ക് ചെയ്ത പുള്ളിക്കാരൻ, പേരൊന്നും ഞാൻ പറയാനില്ല, അദ്ദേഹം നല്ല സ്പിരിച്വലായിട്ടുള്ളൊരു ആളാണ്. മാർഷൽ ആർട്സൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം നല്ല നോളജ് ഉണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ മൈൻഡുള്ള മനുഷ്യനാണ്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം അതുപോലത്തെ ഒരാളെ ഞാൻ മീറ്റ് ചെയ്യുകയാണ്. എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം പുള്ളിക്കാരൻ നല്ല പല കാര്യങ്ങളിലും അനുഭവങ്ങളും ഉണ്ട്. എല്ലാത്തിനെയും ഒരു നിരീക്ഷണ പാഠത്തേക്ക് നോക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് സാറേ, എൻ്റെ വീട് സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. വീഡിയോ കോളിൽ ഇന്ന് ഞാൻ സാറിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൗസിങ് റോഡ് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കിങ്ങനെ നെഗറ്റീവും പോസിറ്റീവും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണ് കാണിക്കുന്നുണ്ടോ, പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നുണ്ടോ, ഹൈ എനർജിയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ കറങ്ങി ഇവിടെ വന്നിട്ടുണ്ടോ. ഇത്ര എനർജിയും സാധനം ഉണ്ടാവാറില്ല. കാരണം ഇവിടെ നമ്മൾക്ക് ഇവിടെ ഈ എന്താണ് ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ റിലീസിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന മുറിയിലാണ് ഞാൻ ഇരിക്കുന്നത്. മദർ ഇവിടെ ഹൈ എനർജിയാണ്, ദേവിയുടെ സാന്നിധ്യം ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഹൈ എനർജി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചു ഈ റൂമിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ അയാളുടെ വീട്ടിൽ ഓരോ റൂമുകളിലേക്ക് കൂടി നടന്നു പോകുമ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ റൂമിലോട്ട് അവർ കിടക്കുന്ന മുറിലോട്ട് ചെന്നപ്പോൾ ഇത് നെഗറ്റീവ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ കർട്ടൻ, ഇങ്ങനത്തെ കർട്ടനല്ല, തുണിയുടെ കർട്ടൻ, നല്ല കട്ടിയുള്ള തുണിയുടെ കർട്ടൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നെഗറ്റിവിറ്റി ഒന്നുകൂടിയും കൂടി ഇങ്ങനെ. ആ പുള്ളി എന്നെ കാണിച്ചു തരികയാണ്. ആ കർട്ടൻ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു റൗണ്ടും മുകളിൽ ചെറിയ റൗണ്ടും. ഇത് ഈ അടുത്ത ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട റൗണ്ടാണ്. 2 റൗണ്ടുകൾ അങ്ങോട്ടേക്ക് കാണിക്കുമ്പോൾ ഒന്നുകൂടി നെഗറ്റീവായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അയ്യോ അത് നോക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണെരിയുണ്ട്, നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, ആ കർട്ടൻ പശ കാണട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ ഒബ്സർവ് ചെയ്ത് വെച്ച കാര്യമാണ് സാറിനെ കൊണ്ട് പറയിച്ചെന്ന് പറഞ്ഞു. ഞാനിത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാണ് സാറിനെ കൊണ്ടൊന്ന് റീചെക്ക് ചെയ്താന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ അതാണ് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു പാടമുള്ള മനുഷ്യനാണ്, ഇതൊക്കെ നോക്കുന്ന ആളാണ് ശരി കൃത്യമായിട്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാധനം കയ്യോടെ എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ പുറത്തേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ പുള്ളിക്കാരൻ ഒന്നുകൂടി കൺസൾട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഒന്നുകൂടി സംസാരിക്കണം പറഞ്ഞ് വിളിച്ചപ്പോൾ അതേപോലെ നമ്മൾ വീണ്ടും ഇതേപോലെ ഡൗസിങ് റോഡായിട്ട് പുള്ളി അതേപോലെ പോയ പോലെ തന്നെ ആ റൂമിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ റോഡ് പിടിച്ച് ഇങ്ങനെ കൂടെ ഇരിക്കുന്നു. പുള്ളി പോകുന്നു. പക്ഷേ പോസിറ്റിവിറ്റിയാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ആ പോസിറ്റിവിറ്റി ആ വീട്ടിൽ എവിടെയൊക്കെ കാണിക്കുന്നു എല്ലായിടത്തും പോസിറ്റീവാണ്. ആ പുള്ളിക്കാരൻ ഹാപ്പി. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മൾ വിചാരിക്കുന്നത് ഒരു ലിവിങ് ആയിട്ടുള്ളൊരു സംഭവത്തിലാണ് എനർജീസ് കയറി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധാരണ, അല്ലേ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, മൃഗത്തിൻ്റെ ശരീരത്തിൽ അല്ല അങ്ങനെയുള്ള എല്ലാവർക്കും നെഗറ്റീവ് എനർജീസ് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതേപോലത്തെ ഒബ്ജക്റ്റുകളിൽ, അല്ലെങ്കിൽ തുണി, അല്ലെങ്കിൽ പ്രതിമകൾ, അല്ലെങ്കിൽ ബാഗ്, അതേപോലത്തെ ഡ്രസ്സുകൾ, അതേപോലെ പല സാധനങ്ങളിലും ഈ സാധനം കയറിയിരിക്കും. ഇതേപോലെ തന്നെ ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ. ഇതേപോലെ തന്നെ വേറൊരു ക്ലയൻറ്റ് ഇതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ വീട്ടിലൊരു കിടക്ക കൊണ്ടുവന്നു. അപ്പോൾ കിടക്ക കൊണ്ടുവന്നതല്ല, ഒരാൾ സംഭാവന ചെയ്യണം വേറൊരാളുടെ വീട്ടിൽ നിന്ന്. അതെൻ്റെ ഈ കിടക്ക നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് കിടക്കയും ഒരു ബ്ലാങ്കറ്റും കൊടുക്കണം. തണുപ്പുള്ള രാജ്യമാണ് കേട്ടോ, നമുക്ക് ഇന്ത്യ അല്ല, തണുപ്പുള്ള രാജ്യം, നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ക്ലയൻറ്റാണ്. ഈ ഭാര്യയ്ക്ക് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തോ ഒരു സംതിങ് നെഗറ്റീവ് ഫീൽ ചെയ്ത്. ഭാര്യ അത്യാവശ്യം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ക്രിസ്തുവിൻ്റെ ആളാണ്. അപ്പോൾ എന്നെ വിളിച്ച്, സാറേ ഒരു സംശയമുണ്ട് സാർ ഒന്ന് നോക്കണം സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലയൻറ്റാണ്, അവർ ഹീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം? ഒരു ബെഡ് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ബെഡിന് ഭയങ്കര പ്രശ്നമുണ്ടോയെന്ന് സംശയമുണ്ട്, സാറൊന്ന് നോക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെ വീഡിയോ കോളിൽ അങ്ങനെ നടന്നോളാൻ പറഞ്ഞു. റോഡ് അങ്ങോട്ട് എടുത്ത് പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡ് നെഗറ്റീവ്, നല്ല നെഗറ്റീവ് കാണിക്കുന്നത്, കൂടുതൽ നെഗറ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയാത്ത സംഭവമുണ്ട്. അങ്ങനെ അപ്പോൾ അത് അവിടെ നിന്ന് കളയാൻ പറയും. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടാകുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് വെള്ളം ചാർജ് ചെയ്ത് തളിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിലേക്ക് ഞാൻ വെള്ളം എനർജൈസ് ചെയ്തിട്ട് തളിക്കാൻ പറഞ്ഞു. തളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പോസിറ്റീവായി. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ് ഇപ്പോൾ പോസിറ്റീവ് കാണിക്കുന്നുണ്ട്, എന്നിരുന്നാലും ആ ബെഡ് വേറൊരാൾ തന്ന സാധനമാണ്, അത് നിങ്ങൾ കളയുന്നതിനാണ് നല്ലത്. എത്ര വില കൂടിയ സാധനമാണെങ്കിലും കളയുക, നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് വേറെ ബെഡ് മേടിക്കാമല്ലോ. കാരണം പല സാധനങ്ങളും ഇതേപോലെ വശപ്പശക്ക് സാധനങ്ങൾ ആളുകൾ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യും. കൊണ്ടുപോയിക്കോ, ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോ, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയും. നമ്മുടെ സിനിമയിലില്ലേ ഒരാളുടെ തല കൊടുക്കുന്നത് എന്താണ്, ജൂനിയർ മാൻഡ്രിക്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ തമാശയായിട്ട് നമ്മൾ ചിരിച്ച് രസിച്ചൊക്കെ ഇരുന്നു. ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. ഇതുപോലുള്ള ചില സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യും ചില സാധനങ്ങൾ. ആളുകൾ പറയും ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കണം പറയും. അപ്പോൾ നമ്മൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, ഇതുണ്ട്, ഫ്രീ ആണ് എന്നാൽ ഇരിക്കട്ടെ, എന്നാൽ ഇങ്ങനെ വേണ്ടി വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന വയ്ക്കും, ഫ്രീ ആയിട്ട് തരാൻ പറ്റിയ വല്ലതും ഉണ്ടാകുന്ന വയ്ക്കും. അതാണ് നമ്മൾ മലയാളീസ്, അത് വെട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ സാധനം മേടിക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കുക. ഇനി മേടിക്കുക, അത് ഡൗസിങ്ങിനോട് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മേടിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോയിട്ട് നിങ്ങൾ മറ്റേ ദുരിതം മേടിക്കണ പോലെ ഇരിക്കും. കാശ് കൊടുത്ത് നമ്മൾ സാധനം മേടിക്കുമ്പോൾ അതിനൊരു പുതിയ സാധനം മേടിക്കുമ്പോൾ അതിനകത്തൊരു രസമുണ്ട്. ഇത് വെറുതെ പോയി സാധനം കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ എനർജി മോശമാക്കുന്നു. എന്നാൽ ആ വീട്ടിൽ ബാക്കിയുള്ള സ്ഥലം എല്ലാം നല്ല എനർജൈസാണ്, നല്ല നല്ല പോസിറ്റീവ് എനർജിയാണ്. ആ ബെഡിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ മിക്കവാറും ആ ബെഡ് എടുത്ത് പുള്ളിക്കാരത്തി ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. കളഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ വെള്ളം ചാർജ് ചെയ്ത് അത് തളിച്ചിട്ടപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങ് ആ ഒരു ദൂരെയുള്ള തണുപ്പ് രാജ്യത്തിലുള്ള സ്ഥലത്ത് വെള്ളം ഇവിടെ നിന്നിട്ടാണ് ചാർജ് കൊടുക്കുന്നത്. നമുക്കത് പറ്റും ചെയ്യാനായിട്ട്. വെള്ളം ചാർജ് കൊടുക്കാൻ പറ്റും, വേറെ ആർട്ടിക്കിൾസ് ചാർജ് ചെയ്യാൻ പറ്റും, എല്ലാം ചാർജ് ചെയ്യാൻ പറ്റും എനിക്ക്. അതിനുള്ളൊരു പവർ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടാകും, നിങ്ങളൊന്ന് പരിശോധിക്കുക. കേൾക്കുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി സമ്മാനിക്കുന്നുണ്ടാവും. അപ്പോൾ റോഡ് വെച്ചിട്ട് നിങ്ങൾ നോക്കുക, റോഡ് മേടിക്കുക. ആദ്യം റോഡ് മേടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഇത് വെച്ച് ഇങ്ങനെ നോക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു പഴയൊരു ക്ലയൻറ്റ്, അവരുടെ വീട്ടിൽ ഞാനിങ്ങനെ ഇങ്ങനെ വന്ന് സെഷൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ തറയുടെ അടിയിൽ വീട് പണ സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒരാളെന്ന് പറഞ്ഞു. എനിക്ക് വിഷനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താണ്, ഞാൻ സാധാരണ റീഡിങ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് സാറേ, എനിക്ക് സംശയമുണ്ട്. അവർ ഈ പുറത്തായിരുന്നു, അത് പുറത്തുനിന്ന് വന്നതാണ്, അപ്പോൾ ബന്ധുക്കളാരോട് ചെയ്തതാണ്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് റോഡ്, അതിന് ശേഷം കുറേ കഴിയുമ്പോൾ ഞാൻ റോഡിൻ്റെ പരിപാടി തുടങ്ങി. റോഡ് ആൾക്കാർ പറഞ്ഞപ്പോൾ റോഡ് ഉണ്ടാക്കി അയക്കണ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ റോഡ് ഈ കഴിഞ്ഞ ദിവസം വരെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. റോഡ് തീർന്നിരിക്കുകയാണ്. ഇനി റോഡ് ഉണ്ടാക്കാൻ ആ മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ട് ചെറിയ തടസ്സമുണ്ട്. അത് റോഡ് വാങ്ങിയിട്ട് ഇവർ റോഡും വെച്ചിട്ട് ഇരുന്ന് കംപ്ലീറ്റ് തറ മുഴുവനും ഒരു അരിച്ച് പിറക്കി. എനിക്ക് പറഞ്ഞാൽ അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. കൃത്യമായിട്ട് അവർ ആ ഒരു ടൈല് അവർ മാർക്ക് വെച്ചേക്കാണ്, അതിൻ്റെ അടിയിലാണ് സാധനം. ഞാൻ സമ്മതിച്ചു പോയി. കാരണം അത്രയും കൃത്യമായിട്ട് ആ സാധനം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്രയും ഡെഡിക്കേഷനാണ്. അതുപോലെ സാറേ ഞാൻ കണ്ടുപിടിച്ച് സാറേ, ഇന്ന മുറിയിൽ ഇന്ന ടൈലിൻ്റെ ഞാൻ നോട്ടി വെച്ചിട്ടുള്ള ടൈല് അതിൻ്റെ അടിയിലാണ് സാധനം വയ്ക്കണമെന്ന്. അതിനുശേഷം നമ്മളത് അവിടെ കുറച്ച് ഹൗസ് ഹീലിംഗ് പരിപാടിയും ചാർജിങ് പരിപാടിയൊക്കെ ചെയ്ത് കൊടുത്ത് ആ വീട് വിറ്റ് പോയിട്ടാ. അവർ ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളോട് വളരെ ഒരുപാട് നന്ദി പറഞ്ഞിട്ടും അവർക്ക് നന്ദി പറഞ്ഞിട്ട് മതിയാവുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റി. അത് ഇവിടെ നിങ്ങൾ കൊണ്ടാണ്, എൻ്റെ കൈ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടാകുന്ന നോക്കുക. ഗിഫ്റ്റ് തരുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.